ഞാൻ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം റെഡി ആവാൻ പോവാണ്. അപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം സ്ഥലത്തേക്ക്. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിവരങ്ങളൊക്കെ കേൾക്കാട്ടോ. റെഡി ആയിട്ട് പോവാൻ പോവാണ്. ബാഗൊക്കെ സെറ്റാണ്. അപ്പോൾ ഈ സർപ്രൈസ് എന്തോരം എഫക്റ്റീവ് ആവുമെന്ന് അവിടെ ചെന്നാലേ അറിയുള്ളൂ. ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പുത്തൻ വേലിക്കര വലിയൊരു പാലത്ത്, ആ ചെറിയൊരു പാലം കഴിഞ്ഞ് നെക്സ്റ്റ് പാലത്തിലായിട്ടോ എത്തിയിരിക്കണേ. ഇനിയുണ്ട് 7 minutes. ഓക്കെ, ചേച്ചി അങ്ങളെ അങ്ങളെ ഇപ്പോൾ വഴി തെറ്റിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതാവാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടുത്തെ അമ്മയ്ക്ക് ലീഫിൻ്റെ പരിപാടി ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഇതായിരിക്കും വീട്. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ വീട് കണ്ടുപിടിച്ചു കേട്ടോ. ചെന്നപ്പോൾ ആൾ ഉറക്കമായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ആളിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ചേച്ചി വന്നതാണ്. അപ്പോൾ ചേച്ചിയുടെ സൗണ്ട് കേട്ടപ്പോഴേക്കും ആൾ അങ്ങോട്ടേക്ക് തല തിരിച്ച് നോക്കുവാണ്. പിന്നെ ഞങ്ങൾ ആദ്യം സെറ്റ് ചെയ്തത് ടെഡി ബിയറിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ പ്ലാനിങ് ഒന്നുമില്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പെട്ടെന്ന് പോകുന്നു. കാരണം ഈ സൺഡേ ആണ് ബാപ്റ്റിസം. അപ്പോൾ അതിന് മുന്നേ ചെല്ലണം എന്ന് വിചാരിച്ചിട്ട് ട്യൂസ്ഡേ ആണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അവനെ ഒരു എൻ്റെ കയ്യിൽ സ്ട്രെച്ച് ചെയ്യായിട്ടുള്ള ഡ്രസ്സസ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ ഒരു ഓഫ് വൈറ്റ് ഷോൾ വെച്ചിട്ട് ഞാൻ റാപ്പ് ചെയ്യുവാണ്. അപ്പോൾ ടൈറ്റായിട്ട് ആദ്യം റാപ്പ് ചെയ്ത് ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തെങ്കിലും പിന്നെ നോക്കിയിട്ട് ഒരു രക്ഷയുണ്ടായില്ല. ആൾക്ക് ടൈറ്റായിട്ട് കിട്ടുന്ന മുമ്പായിരിക്കും ആൾ കരച്ചിലായിരുന്നു. അപ്പോഴേക്കും ഫോട്ടോഗ്രാഫർ വന്നിട്ടോ. അന്ന് തന്നെയാണ് ഫോട്ടോഗ്രാഫറിനെയും ഏൽപ്പിച്ചേക്കുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫറിനെ ഏൽപ്പിച്ച് ഫോട്ടോസൊക്കെ എടുത്ത ഒരു ടൈമിലേക്ക് ഞാൻ പിന്നെ ഈ മാലാഖയും സെറ്റ് ചെയ്ത് കൊടുത്തു. മാലാഖയുടെ വിങ്സും പിന്നെ തലയിൽ വെക്കുന്ന ഒരു തീയാരയായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി, പക്ഷെ ആൾ പിന്നെ സമ്മതിക്കുന്നുണ്ടായില്ല. കരച്ചിലോട് കരച്ചിലാണ്. ഞങ്ങളാവുന്ന പണി 18 നോക്കിയിട്ടും ഒരു രക്ഷ ഉണ്ടായില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ആളൊന്ന് കാമാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ കുറേ ഫോട്ടോസ് എടുക്കാമെന്ന്. അപ്പോഴേക്കിതേ കരച്ചിലാവും കേട്ടോ. പിന്നെ നമുക്കൊന്ന് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ നിർബന്ധിക്കാനും പറ്റില്ലല്ലോ. പിന്നെ പരമാവധി ശ്രമിച്ചു വന്നിട്ടും പറ്റിയില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് ആ കുറഞ്ഞ പരിമിതികളിൽ എടുത്തു. പിന്നെ കരച്ചിലായത് കാരണം ആശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെടുത്ത ഫോട്ടോസ് കണ്ടോളൂ. കണ്ടെങ്കിൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.